ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പോകുന്നത് ടെസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോകളാണ് എല്ലാം തന്നെ. അതായത് ടോപ്പിക്കിലോട്ട് നമ്മൾ കയറിയിട്ടില്ല. ടെസ്റ്റിങ്ങിൻ്റെ പലതരം ടെസ്റ്റിങ്ങുകളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അതിൻ്റെ മുന്നിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റാണ്. ഇനി പറഞ്ഞത് ക്വാളിറ്റി എന്താണ്, പിന്നെ അതിനോട് ബന്ധപ്പെട്ട് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ, വെരിഫിക്കേഷൻ, വാലിഡേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. എന്നിട്ടാണ് നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിലേക്കും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ക്വാളിറ്റി എന്താണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും സ്ലൈഡിൽ ഉണ്ടാവില്ല. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? Quality is meeting the requirements expected of the software consistently and predictably. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസംഷൻ ഉണ്ടാവും. ഒരു വർക്കിനെ പറ്റിയിട്ട്, പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ എക്സ്പെക്റ്റഡ് സോഫ്റ്റ്വെയറിൽ നിന്നും നമ്മുടെ ഈ ഓരോരോ സിറ്റുവേഷനനുസരിച്ച് അല്ലെങ്കിൽ റിസോഴ്സിനനുസരിച്ചിട്ടുള്ള കിട്ടുന്ന സോഫ്റ്റ്വെയർ, ആ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ് ക്വാളിറ്റി എന്ന്. എക്സ്പെക്റ്റ് ചെയ്യുന്ന വർക്കിന് വളരെയധികം ക്വാളിറ്റി ഉണ്ടാകും. അത് നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതായൊരു വസ്തു ആയിരിക്കും. പക്ഷെ നമുക്ക് പരിമിതികളുണ്ടാവാം. ടെസ്റ്റ് കേസസുകളും നമ്മുടെ ഇപ്പോഴത്തെ ടെസ്റ്റ് കണ്ടീഷൻസ്, ഇപ്പോഴത്തെ എൻവിറോൺമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് റിസോഴ്സുകളുണ്ടാവും. അതിനെല്ലാം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത്ര ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് കേസസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഈസ് മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് എക്സ്പെക്റ്റഡ് ഓഫ് ദി സോഫ്റ്റ്വെയർ കൺസ്റ്റൻ്റ്ലി ആൻഡ് പ്രെഡിക്റ്റബിളി. എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ബിഹേവിയർ, എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത് സെറ്റ് ഓഫ് കുറച്ച് ടെസ്റ്റ് കേസസുകളുണ്ട്. ആ കേസസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ എല്ലാം അതിനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ആ ടെസ്റ്റ് കേസസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഒന്ന്, വിച്ച് ടെസ്റ്റ് കേസസ് ടു ബി എക്സിക്യൂട്ടഡ്, ഏത് ടെസ്റ്റ് കേസസ് ആണ് നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് വേണ്ടത്, അതാണ് ഒന്ന്. രണ്ടാമത്, എന്ത് ഇൻപുട്സാണ് നമ്മൾ കൊടുക്കേണ്ടത്, വർക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇൻപുട്സ് എന്ത് ഇൻപുട്ടാണ് പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടത്. മൂന്നാമത്തെ, ഹൗ ഇൻപുട്ട് പ്രോസസ്, എങ്ങനെയാണ് ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് എങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടണം. നാലാമത് പറയുന്നത്, വാട്ട് ചേഞ്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓർ എൻവിറോൺമെൻറ്റ്, എന്ത് ചേഞ്ചാണ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ സ്റ്റേറ്റ്, അതായത് എൻവിറോൺമെൻറ്റിൻ്റെ ചേഞ്ച് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ്. അഞ്ചാമത് പറയുന്നത് എന്താണ്, ഈ നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയുള്ള ഔട്ട്പുട്ടാണ് പ്രോസസ്സ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത് ടെസ്റ്റ് കേസസിനെ ആശ്രയിച്ചത്. നമുക്കറിയാം, ടെസ്റ്റ് കേസസും ടെസ്റ്റ് കണ്ടീഷൻ എല്ലാം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പറിൽ പഠിച്ചതാണ്. ഓരോ കേസസിനനുസരിച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തുന്നതൊക്കെ തന്നെ. അപ്പോൾ ആ ടെസ്റ്റ് കേസസുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്, ഏത് ടെസ്റ്റ് കേസസാണ് സിറ്റുവേഷൻസ് യൂസ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്ത് ഇൻപുട്ടാണ് പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടത്, എന്ത് ചേഞ്ചുകളാണ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചേഞ്ചുകൾ വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നാം എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയേഴ്സ്. ഇതൊക്കെയാണ് വേണ്ടതെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഇൻ ഗിവൺ ടെസ്റ്റ് കേസസ്, ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്സ്, നമ്മൾ ഇത് ഇൻപുട്ട്, ടെസ്റ്റ് കേസ്, എൻവിറോൺമെൻറ്റ്, ഇൻറ്റേർണൽ സ്റ്റേറ്റ്, ഇതൊക്കെ എന്താണെന്ന് തീരുമാനിക്കലാണ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ. എന്തൊക്കെ അതേസമയം ഇതെല്ലാം ഉണ്ട്, ആ എല്ലാം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്
അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗിവൺ ടെസ്റ്റ് കേസ് കിട്ടുന്ന നമുക്ക് തന്നിട്ടുള്ള ടെസ്റ്റ് കേസ്, തന്നിട്ടുള്ള ഇൻപുട്ട്, തന്നിട്ടുള്ള എൻവിറോൺമെൻറ്റ്, തന്നിട്ടുള്ള സ്റ്റേറ്റ്, അതായത് അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റേറ്റ് അപ്പോഴത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ഇൻ ഗിവൺ ടെസ്റ്റ് കേസസ് given set of inputs in a given environment in given state. ഇതൊക്കെ കൂടി വെച്ചിട്ട് എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഹൗ ഇൻപുട്ട് ആക്ച്വലി ഗെറ്റ് പ്രോസസ്ഡ്, എങ്ങനെയാണ് ഹൗ ഇൻപുട്ട് ആക്ച്വലി ഗെറ്റ് പ്രോസസ്, എങ്ങനെയാണ് ആക്ച്വലി ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. വാട്ട് ചേഞ്ചസ് ആർ ആക്ച്വലി പ്രൊഡ്യൂസ് ഇൻ ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓർ എൻവിറോൺമെൻറ്റ്. വാട്ട് ഔട്ട്പുട്ട് ആർ ആക്ച്വലി പ്രൊഡ്യൂസ്ഡ്. മുന്നേ പറഞ്ഞ സംഭവം തന്നെയാണ് ഇവിടെ. ഇൻപുട്ട് ഇതൊക്കെ എന്താണ്, തന്ന ഇൻപുട്ട് എങ്ങനെ പ്രോസസ്സ് ചെയ്യും, ഇവിടെ ഓൾറെഡി ഇൻപുട്ട് ഉണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റേറ്റിൻ്റെ എൻവിറോൺമെൻറ്റിൻ്റെയും ചേഞ്ചുകൾ എങ്ങനെ ഇൻപുട്ടിനെ ബാധിക്കും, എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുക. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നിട്ടുണ്ട്. ടെസ്റ്റ് കേസസ്, ഇൻപുട്സ്, എൻവിറോൺമെൻറ്റ്, ഇൻറ്റേർണൽ സ്റ്റേറ്റ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ക്യാരക്ടറൈസ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ക്വാളിറ്റി തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത് ആക്ച്വൽ ബിഹേവിയറും എക്സ്പെക്റ്റഡ് ബിഹേവിയറും ഈക്വൽ ആവുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ബിഹേവിയറും കിട്ടിയ ബിഹേവിയറും സെയിം ആണ് എങ്കിൽ എന്താണ് ടെസ്റ്റ് കേസ്, നമ്മളെടുത്ത ടെസ്റ്റ് കേസ് എന്താണ് കറക്റ്റാണ്, പാസ്ഡ് ആണ്. അതാണ് എന്താണ് പാസ്സായി എന്നുള്ളത് പോലെ പാസ്ഡ് ആണ്. അതർവൈസ് എന്താണ് നമ്മളെടുത്ത ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് ഡിഫക്റ്റ് കേസാണ്, ശരിയല്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയറും കിട്ടുന്ന ബിഹേവിയറും ഐഡൻറ്റിക്കലാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ടെസ്റ്റ് കേസസ് ഈസ് പാസ്ഡ്. അതർവൈസ് ഇറ്റ് ഈസ് ഫെയിൽഡ് ഓർ ഡിഫക്റ്റ് കേസ് എന്ന് പറയേണ്ടി വരും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം എക്സ്പെക്റ്റഡ് ബിഹേവിയറാണ് ആദ്യം പറയുന്നത്. പിന്നെ ഗിവൺ റിസോഴ്സിനനുസരിച്ച്, അതായത് ഇൻറ്റേർണൽ ഇൻപുട്ടും എൻവിറോൺമെൻറ്റും ഇൻറ്റേർണൽ സ്റ്റേറ്റും ഈ ടെസ്റ്റ് കേസും തന്നുകൊണ്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത കാര്യം തന്നെ നമ്മൾ ഈ തന്ന കാര്യങ്ങളിലും കൂടി വരുമ്പോൾ, രണ്ടും സെയിമായി വരുമ്പോൾ ടെസ്റ്റ് കേസ് എന്താണ്, നമ്മളെടുത്ത ടെസ്റ്റ് കേസ് കറക്റ്റാണ്, പാസ്ഡ് ആണ്. അതർവൈസ് ഇറ്റ് ഈസ് ഡിഫക്റ്റ് കേസ്. ഇതാണ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകം. ഇനി ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റീൻ്റെ ക്വാളിറ്റി ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷ്വറൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റിയോട് എപ്പോഴും ഒട്ടി നിൽക്കുന്ന രണ്ട് വാക്കുകളാണ് ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷ്വറൻസും. അപ്പോൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്നും എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്താണ് ക്വാളിറ്റി, എക്സ്പെക്റ്റഡ് ബിഹേവിയർ, ആക്ച്വൽ ബിഹേവിയർ, അത് വെച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്വാളിറ്റി മെഷർമെൻറ്റ് പറയേണ്ടത്. രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷ്വറൻസും. ഓക്കെ, താങ്ക് യു.